ഹലോ, നമ്മളുടെ വീഡിയോസിൽ വന്നിട്ടുള്ള 2 കമൻസാണ്. നോർമൽ നീഡിലാണോ യൂസ് ചെയ്യുന്നതെന്നും അതുപോലെ യൂസ് ചെയ്യുന്ന ബീഡിൻ്റെ ഉള്ളിലൂടെ ആ ഒരു നീഡിൽ കയറാറില്ല എന്നാണ് പറയണത്. അപ്പോൾ ഈ കമൻസിനുള്ള റിപ്ലൈ ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാരണ നീഡിൽ തന്നെയാണ്. അതായത് ഇതുപോലെ സെറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന നീഡിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പാക്കറ്റിനകത്ത് പല മോഡൽ പാക്കറ്റുകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലത്തെ കുറച്ചും കൂടി പാക്കറ്റ്സ് നമുക്ക് മാർക്കറ്റിൽ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെയാട്ടോ ഞാനിത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ, ഇതിലൊരു 25 നീഡിലുണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു നീഡിൽ ത്രെഡറും ഉണ്ടാവും. നമുക്കിത് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു നീഡിലിൻ്റെ അയിലേക്ക് നമ്മളുടെ ത്രെഡ് ഈസി ആയിട്ട് കടത്തി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാക്കറ്റിലും അത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. 25 നീഡിൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു നീഡിൽ ത്രെഡറും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പുറകിൽ ഈ നീഡിൽസിനെ കുറിച്ചിട്ടുള്ള, അതായത് ഓരോ ഇതിൻ്റെ ഉള്ളിലുള്ള നീഡിൽസിനെ കുറിച്ച് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഞാനത് നോക്കാറില്ല. ഞാൻ ഓൾറെഡി നമ്മൾ ആവശ്യമുള്ളത് ഏത് ത്രെഡിന് പറ്റിയിട്ടുള്ള നീഡിലാണ് ഞാൻ എടുക്കാറുള്ളത്. ആങ്കറിൻ്റെ ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് വലിയ ആയി വന്നിട്ടുള്ള നീഡിലെടുക്കും. പിന്നെ ഏറ്റവും നേർത്തതായിട്ടുള്ള അത്യാവശ്യം സൂചികൾ ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു റൗണ്ട് ഉണ്ടല്ലോ, ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള ഒരു റൗണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ ആ ഒരു ഗ്യാപ്പിൽ കൂടെ നമുക്ക് ഏത് നീഡിലാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് എടുക്കാൻ പറ്റും. ഓൾമോസ്റ്റ് നമ്മൾ ബീഡ്സ് ഉണ്ണാൻ വേണ്ടിയിട്ട് ഏറ്റവും ചെറിയ നീഡിൽ, അതായത് വളരെ നേർത്ത സൂചികളാണ് ഉപയോഗിക്കാറുള്ളത്. ബീഡ്സ് നമ്മൾ തുന്നുന്ന സമയത്ത് നമുക്ക് നേർത്ത സൂചി ഉപയോഗിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നോർമലായിട്ടുള്ള ത്രെഡ് ഉണ്ടല്ലോ, നമ്മൾ സാധാരണ തയ്ക്കാൻ എടുക്കുന്ന നൂല്, ആ നൂല് നമ്മൾ രണ്ടാക്കിയായിരിക്കും ചില ആൾക്കാർ തുന്നാൻ വേണ്ടിയിട്ട് കോർത്ത് കൊടുക്കുന്നത്. ചിലർ രണ്ടായിട്ട് മടക്കും, ചിലർ ഒറ്റ മടക്കിൽ അത് സാധാരണ തുന്നുന്ന പോലെ എടുത്തു വെച്ച് തുന്നും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ വലിയ അയ്യുള്ള നീഡിൽ നമ്മൾ എടുക്കുമ്പോൾ ആ ബീഡിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകില്ല. അപ്പോൾ നമ്മൾ നേർത്ത സൂചിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ബീഡ് തുന്നുന്ന സമയത്ത് ഒരു പ്രാവശ്യം തുന്നി, വീണ്ടും നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം തുന്നി, ഒരു 3-4 പ്രാവശ്യം നമുക്കത് തുന്നിപ്പിടിപ്പിക്കാൻ പറ്റും. ഇനി സൂചിയുടെ ഐ എന്ന് പറയുന്നത് നമ്മൾ നൂല് കോർക്കുന്ന വശമല്ലേ, അതിനെയാണ് നമ്മൾ ഐ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ 6 നൂല് വരുന്ന ആങ്കറിൻ്റെ ത്രെഡ് ഉണ്ടല്ലോ, കോട്ടൺ ത്രെഡ് എംബ്രോയ്ഡറിക്ക് യൂസ് ചെയ്യുന്നത്, അതാണ് നമ്മളിപ്പോൾ കോർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് 6 നൂല് ചേർന്ന് വരുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഉള്ള വലിയ സൂചി തന്നെ വേണം അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ യൂസ് ചെയ്തേക്കണത്. നീഡിൽസിന് പാക്കിങ്ങിൽ ചിലപ്പോൾ പല ബ്രാൻഡിനും വ്യത്യാസം വന്നേക്കാം, അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത് ഒരു ഔട്ട് ഓഫ് കൺട്രിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു നീഡിൽ സെറ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഓൾമോസ്റ്റ് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഈ സെറ്റ് ഓഫ് നീഡിൽസിൻ്റെ ഐയുടെ ഭാഗത്തായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡ് ഉണ്ട്. അപ്പം ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും ഡൗട്ട് മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.